നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ താമര വിരിയുമോ എന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ NDA അക്കൗണ്ട് തുറന്നിരിക്കുന്നു. തൃശൂരിങ് എടുക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഒടുവിൽ തൃശൂരിൽ 73,954 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. തൃശൂരിൽ താമര വിരിഞ്ഞതിനെ ചൊല്ലി കേരളത്തിൽ വിവാദമുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ LDF-ഉം UDF-ഉം കോൺഗ്രസും CPM-ഉം പരസ്പരം BJP-യുടെ വിജയത്തെ ചൊല്ലി ഏറ്റുമുട്ടുമെന്ന് ഉറപ്പാണ്. എന്നാൽ കേരളത്തിലെ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളുടെ മണ്ടത്തരമാണ് കേരളത്തിൽ BJP വിജയിക്കുന്നതിന് കാരണമായതെന്നും പറയാതെ വയ്യ. അനാവശ്യമായി സുരേഷ് ഗോപിക്കെതിരെ നടത്തിയ സൈബർ ആക്രമണങ്ങൾ, തിരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും അനാവശ്യമായ സൈബർ ആക്രമണങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ കൂടി സുരേഷ് ഗോപി നേരിട്ടുകൊണ്ടിരുന്നത്. ഇത് വോട്ടാക്കി മാറ്റാൻ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ മാധ്യമപ്രവർത്തകർ നൽകിയ കേസിന്റെ പേരിൽ നടന്ന പ്രചാരണങ്ങളെല്ലാം ഈ പ്രചാരണങ്ങൾ അതിരുവിട്ടതോടെ തനിക്ക് അനുകൂലമാക്കി അതിനെ മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സുരേഷ് ഗോപിയുടെ ക്ഷേത്ര ദർശനങ്ങളെയും വ്യക്തിപരമായ പ്രവർത്തനങ്ങളെയും വിവാദമാക്കിയത്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മറികടക്കാനാവാതെ പോയത്, തൃശൂർ പൂരം ദിവസം തൃശൂരിലുണ്ടായ വിവാദങ്ങൾ, ഇവയൊക്കെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ കാരണങ്ങളായി കണക്കാക്കാവുന്നതാണ്. ഇവയൊന്നും കൃത്യമായി വിലയിരുത്താനോ പ്രതിരോധിക്കാനോ കഴിയാതെ പോയതാണ് കേരളത്തിൽ ആദ്യമായി താമര വിരിയുന്നതിന് ഇടയാക്കിയത്. ഇനി ഏതായാലും വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് BJP-ക്ക് വിജയം ലഭിച്ച രാഷ്ട്രീയ സാഹചര്യം തന്നെയാകും.